ഡേറ്റ് ഓഫ് ബർത്തും അമ്മയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഈവനിങ്ങിൽ നമ്മൾ രമേശേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഞാൻ പറയില്ലേ ഫംഗ്ഷനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഇവിടെ എത്തി. രമേശേട്ടൻ്റെ അവിടെയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു 2-3 ദിവസമായിട്ട് അമ്പലത്തിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കലശവും കാര്യങ്ങളൊക്കെയാണ് 2-3 ഡേയ്സായിട്ട്. അപ്പോൾ ഇന്നും അവിടെ കലശമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രാമേശ്വരത്ത് പോവുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നല്ലോ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന്. കാരണം എൻ്റെ ഇൻസ്റ്റാ ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറന്നാൾ, പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ എന്തെങ്കിലും പരിപാടികളാണോ. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ അമ്മയുടെ ബർത്ത്ഡേ, അടുത്തത് നമ്മൾ ഒരു രാമേശ്വരം കുറേ കാലമായി നമ്മൾ പോകാൻ വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴാണ് അത് ഒത്തു വന്നത്. അപ്പോൾ നമ്മൾ രാമേശ്വരം, മധുര, പഴനി ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. രമേശേട്ടൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഞങ്ങൾ 3 പേരും, ഞാനും മിത്തു രമേശേട്ടനും, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് രാമേശ്വരത്തേക്ക് പോവും. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി ഉണ്ടാവും അവിടെ എത്താൻ. അത് കഴിഞ്ഞ് നാളെ രാമേശ്വരം തൊഴും, അത് കഴിഞ്ഞ് മധുര, അത് കഴിഞ്ഞ് പഴനി, അങ്ങനെ നമ്മളൊരു 3 ഡേയ്സ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ 2 വീട്ടിൽ നിന്നും അച്ഛനമ്മമാരെ കൂട്ടി പോകാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ രാവിലെ ആകുമ്പോൾ തന്നെ രമേശേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇതേ തിരിച്ചു. നമ്മളൊരു 11 മണിയോടുകൂടി രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. കാരണം രാമേശ്വരം വരെ എത്തുക എന്നുള്ളത് ചില്ലറ പരിപാടിയില്ലല്ലോ. അപ്പോൾ രാത്രിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ ഹോൾട്ട് ചെയ്യണ്ടേ. പോകുന്ന വഴിയൊക്കെ എന്തൊരു ഭംഗി അറിയോ, അങ്ങനെ ചായ കുടിക്കാനും ലഞ്ച് കഴിക്കാനും ഒക്കെ നിർത്തിയിട്ടാണല്ലോ നമ്മൾ പോയത്. ഫൈനലി ഇതേ നമ്മൾ എത്തിയപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ എത്തി ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം ബാക്കി പരിപാടികൾ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ സൗത്തിൽ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ചെന്നൈ പോലെയുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുഡ് അല്ലേ, നല്ല ദോശയും. ഇതേ നമ്മുടെ തൊട്ടടുത്താട്ടോ, അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് നേരത്തെ പോകാനും പറ്റും. രാത്രി നമ്മളവിടെ എത്തിയ സമയമാകുമ്പോഴേക്കും അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ആ ഏരിയയിലൊക്കെ ഒന്ന് ചുമ്മാ നടന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ, നല്ല ഡ്രസ്സിൽ എങ്ങനെ കാണാൻ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് റൂമിലേക്ക് വരണമായിരുന്നു. ഒന്ന് മാറ്റി എടുത്തിരിക്കേ, പോട്ടിട്ട് എല്ലാവരും അന്ന് ഈവനിങ്ങിൽ നമ്മളിതാ വേഗം പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഇതാ അമ്പലം. മോർണിംഗ്. അങ്ങനെ നമ്മൾ രാമേശ്വരത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്. ഇപ്പം നമ്മൾ തീർത്ഥാടനം കഴിഞ്ഞു. അത് രാവിലെ എണീറ്റ് 5:30 പോയി നമ്മൾ 22 കിണറിലെ വെള്ളത്തിൽ കുളിച്ച് നമ്മൾ വന്ന ഡ്രസ്സ് മാറ്റി ഇനി ഭഗവാനെ തൊഴാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ 2 ദിവസം ഫുൾ ഒരു തീർത്ഥാടന യാത്രയാണ്. അപ്പോൾ അവിടെ തീർത്ഥക്കുളത്തിൽ കുളിച്ചിട്ടേ ദർശനം പറ്റുള്ളൂ. അതല്ല നമ്മൾ ആദ്യം തന്നെ രാവിലെ പോയി ദർശനം ചെയ്യുകയാണെങ്കിൽ പിന്നെ തീർത്ഥക്കുളത്തിൽ കുളിക്കാൻ പാടില്ല. അങ്ങനെയാണ്. 250 per person ആണ് അവർ തീർത്ഥക്കിണറിന് വാങ്ങിയത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുളിച്ചിട്ട് അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും ഹോട്ടലിലേക്ക് വന്നിട്ടാണ് നമ്മൾ ചെയ്തത്. രാമേശ്വരം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ അലൗഡാണ്, സൈലൻറ്റ് മോഡിലാക്കണം കേട്ടോ. നല്ല ഫോട്ടോസ് അവിടെ ക്ലിക്ക് ചെയ്യാണ്ട്. പക്ഷെ നമ്മൾ ഈ കുളിക്കാൻ പോകുന്ന സമയത്ത് അതൊന്നും എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ മൊബൈൽ, ബാഗ്, പേഴ്സൊക്കെ ഫുള്ള് നനയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് അമ്പലം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഹോട്ടൽസ് എടുക്കുകയായിരിക്കും നല്ലത്. ദർശനം കഴിഞ്ഞു, നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. ഇനി നമ്മൾ ഇവിടുന്ന് നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ധനുഷ്കോടി പോകണം, പിന്നെ ഇവിടെ കടലിൽ പോകണം, പിന്നെ എന്താ നമ്മൾ മധുര, പഴനിയൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താവും എന്നറിയില്ല. എന്തായാലും ഇവിടുന്ന് ധനുഷ്കോടി പോകണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അവിടെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു 3 ചന്ദനും അതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടത്തോടാണ്. നമ്മളിവിടെ പഞ്ചവടി പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് തൊട്ടിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തും നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം. രാമേശ്വരം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിറയെ പറഞ്ഞ പോലെ ഫോട്ടോ സെഷൻ. പിന്നെ മെയിനായിട്ട് രാമേശ്വരത്തേക്ക് എല്ലാവരും വരുന്നത് വെലിയിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം രാവിലെ കടലിൽ പോയിട്ട് വെലിയിട്ടതിന് ശേഷം പിന്നെ അങ്ങനെ വന്ന തീർത്ഥക്കുളത്തിൽ കുളിച്ച്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 2 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തരത്തിൽ നമുക്ക് ദർശനം ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ വെലിയിടാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഒരു പ്രാവശ്യം നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കടലിൽ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പോയേ ഉള്ളൂ. അങ്ങനെ കുളിക്കാനോ അതിലിറങ്ങാനോ കാര്യങ്ങളൊന്നും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മിത്തുക്കുട്ടി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ കടലും കാര്യങ്ങളും നല്ല കാഴ്ചകൾ അച്ചട, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ.
അപ്പോൾ കടലൊക്കെ കണ്ടിനി നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്നാലല്ലേ നമുക്ക് പിന്നെ ധനുഷ്കോടി പോകുമ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ചിരിക്കുന്നത് എന്താ വെച്ചാൽ പോകുന്ന വഴി കണ്ടു ഈ ഒരു കഫേ കണ്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് ബിരിയാണി കഫേ എന്നാണ് വായിച്ചത്. വൃന്ദാവനാണെങ്കിൽ ദൂരത്ത് നിന്നാട്ടോ വായിച്ചത്. പക്ഷേ ബി കണ്ടോടുകൂടി ഞാനത് വായിച്ചപ്പോൾ രമേശേട്ടൻ പറയാം എവിടെ ചെന്നാലും അവൾക്ക് ഈ ഒരു കാര്യം മാത്രമേ വിചാരമുള്ളൂ. അതാണ് ബിരിയാണി കഫേ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഇരുന്ന് ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു ഹോട്ടലിൽ നിന്നും. ഇനി നേരെ ധനുഷ്കോടി. ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ലോർഡ് രാം സേതു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ധനുഷ്കോടി. അങ്ങനെ ഞങ്ങൾ രാമേശ്വരമൊക്കെ തൊഴുത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ധനുഷ്കോടിയിലേക്കാണ് കേട്ടോ. കാരണം രാമേശ്വരം വരെ വന്നിട്ട് നമ്മൾ ധനുഷ്കോടി കണ്ടില്ലെങ്കിൽ എങ്ങനെയല്ലേ. ഇപ്പം ഈ വഴി റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സുഖമായതുകൊണ്ട് നമുക്ക് ഇതുവരെ ഈ അറ്റം വരെ നമുക്ക് എത്താം. വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഞങ്ങൾ എത്തിയത് ഒരു 12 മണിയായിരുന്നു. എൻ്റെ അമ്മയെ അവിടുന്ന് ഓട്ടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അത്ര വെയിലായിരുന്നു. പക്ഷേ കണ്ടോ ഈ ഒരു കടലിൻ്റെ ഭംഗി. ശരിക്കും നമ്മൾ നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്ന പോലത്തെ കടൽ, നമ്മൾ എന്താ പറയുക മോൾഡീവ്സിലും അങ്ങനെയൊക്കെ പോകുന്ന പോലത്തെ അത്ര ഭംഗിയുള്ള കടലാണ് കേട്ടോ. നല്ല ക്ലീനാണ്, നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. പക്ഷെ നല്ല വെയിലായിരുന്നു, അവിടെ ഓടി രക്ഷപ്പെട്ടു. പാമ്പൻ പാലം കഴിഞ്ഞ ഉടനെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു വില്ലുണ്ടി തീർത്ഥം എന്ന് പറയുന്നത്. പോകുന്ന സമയത്താണ് തിരിച്ചു പോവാണ്. പോരുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പോ ധനുഷ്കോടി പോയി തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. കടലിന്റെ നടുവിൽ ഒരു കിണർ എന്നാണ് പറയണത്. സീതാദേവിക്ക് ദാഹിച്ച സമയത്ത് ശ്രീരാമൻ കടലിന്റെ ഉള്ളിലേക്ക് ഒരു അമ്പ് ചെയ്തപ്പോ കുടിക്കാൻ പറ്റുന്ന വെള്ളം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്ഥലമാണ് ആ കാണുന്നത്. അങ്ങോട്ട് പറയണത് എന്താന്ന് വെച്ചാല് ഇത്രയും ഉപ്പ് വെള്ളത്തിന്റെ കടലിന്റെ ഇടയിലും ഒട്ടും ഉപ്പ് വെള്ളം ഇല്ലാത്തൊരു വെള്ളമാണെന്നാ പറയണത്. അതിപ്പോ നമ്മൾ ആ രാമേശ്വരത്തിന്റെ ഉള്ളിലെ 22 തീർത്ഥത്തിലും അങ്ങനെയാണല്ലോ, ഒട്ടും ഇതില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോയേക്കാം. വില്ലുണ്ടി തീർത്ഥം. ലാസ്റ്റ് ടൈം പോയ സമയത്ത് നമ്മൾ ഈ ധനുഷ്കോടിയിലോ അല്ലെങ്കിൽ ഇവിടേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. രാമേശ്വരം മാത്രമാണ് വന്നിട്ട് പിന്നെ മധുര അങ്ങനെയൊക്കെ പോവാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക കുറച്ചും കൂടെ അന്നുള്ളപ്പോൾ ഈ ധനുഷ്കോടിയുടെ റോഡൊന്നും ഇത്ര നന്നായിരുന്നില്ല. ഇപ്പോൾ എല്ലാം നല്ലതായ കാരണം നമുക്ക് എന്തായാലും വന്നതല്ല. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാമെന്നുള്ളത് ഒറ്റ അടിക്ക് ഇതിങ്ങനത്തെയൊക്കെ കാണാമെന്നുള്ളതും കൂടെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു തീർത്ഥക്കിണറിന് അവിടെ വരുന്ന എല്ലാവർക്കും ഒരു തീർത്ഥം പോലെ കുടിക്കാൻ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഉപ്പുരസമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു കടലിൻ്റെ അടുത്തുള്ള ഒരു കിണറിൻ്റെ ആ ഒരു ചോയ ഉണ്ടെങ്കിലും പക്ഷെ ഉപ്പുരസമില്ല. അത് അവിടെ രാമേശ്വരത്തെ 22 കിണറിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ കടലിൻ്റെ ഏരിയ തീരെ ആഴല്ല. നോക്കിക്കേ, എത്ര ഉള്ളിലേക്ക് വേണമെങ്കിലും പോവാം, ഒട്ടും ആഴല്ല എന്ന് മാത്രമല്ല നല്ല ക്ലീൻ ആയതുകൊണ്ട് താഴെയുള്ള ഫിഷും നിലവും വരെ കാണാം. ഞാനതാ പറഞ്ഞത് കുറച്ചൊരു ടൂറിസ്റ്റ് ആക്കാൻ പറ്റിയൊരു സ്ഥലം പോലെ തോന്നി. അവിടെ നിന്ന് നമ്മൾ നേരെ വെച്ച് പിടിച്ചു മധുരൈ. അവിടെ മൊബൈൽ സ്മാർട്ട് വാച്ച് ക്യാമറ ഒന്നും അലൗഡ് അല്ല. മൊബൈൽ ലോക്കർ നമുക്ക് ടെമ്പിൾ ഏരിയയിൽ അലൗഡ് ആണ് കേട്ടോ. പിന്നെ സ്പെഷ്യൽ ദർശനമുണ്ട്, അമ്മൻ ദർശനം സ്വാമി ദർശനം. രണ്ടും കൂടിയിട്ട് 100 രൂപയ്ക്ക് അങ്ങനെ സ്പെഷ്യൽ ദർശനം അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അത് കാരണം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ദർശനം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മധുരയിൽ വന്ന് തൊഴുതു. 4:30 നമ്മൾ മധുരയിലെത്തിയിട്ടു. അത് കഴിഞ്ഞ് മധുര തൊഴുതു. നല്ല അടിപൊളി ദർശനം കിട്ടി. ഒരു 2.5 മണിക്കൂർ എടുത്തു. നല്ല തിരക്കായിരുന്നു. അതൊക്കെ എടുത്ത് അവിടുത്തെ എല്ലാം കണ്ട് ഒരു 2.5 മണിക്കൂർ 2.5 മണിക്കൂറായിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ ഫുള്ള് മധുരയിൽ ഫേമസ് ആണല്ലോ നമ്മൾ ജിഗർദണ്ഡ, അത് കുടിച്ചു. അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാറിൽ നിന്ന് മൊബൈൽ എടുത്തു കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ഉള്ളത് കുറേ പാത്രങ്ങളാണ്, സ്റ്റീൽ പാത്രങ്ങൾ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ അത് കുറേ വാങ്ങിച്ചു. കുട്ടി പാത്രങ്ങൾ വില കുറയും. പിന്നെ നിറയെ കുപ്പിവള കണ്ടു. ഇവിടെ നിറയെ മാർക്കറ്റ് ഉണ്ട്. നല്ല ഭംഗിയില്ലേ വള. ഇപ്പം ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുപ്പിവള. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ, അടിപൊളി കുപ്പിവള. എന്ത് രസമായി കളറ്. ന്യൂ മോഡലാണെന്നാ പറഞ്ഞത്. അപ്പം ഷോപ്പിംഗ് ആണ് ഇപ്പം നമ്മുടെ മെയിൻ പരിപാടി. യെസ്, അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നേരെ പഴനി പോകും. എന്നിട്ട് പഴനി നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. രാവിലെ പഴനി തൊഴും. എല്ലാത്തിനും മാച്ച് ആവോ? மணக்கச்சந்தூரம் தாளம்பூ இருக்குல்ல, தாளம்பூ அது பச்சை கற்பூரம் மஞ்சள் இதெல்லாம் பக்குவமாக செஞ்சு தயார் பண்ணுறோம். இது வந்து நெத்தி புண்ணாகாத அரிக்காது. எத்தனை வருஷம் அப்படியே இருக்கும், எதுவுமே ஆகாது, கேடே ஆகாது. ஆமாம், இதான் வச்சுருக்கோம்ல, எத்தனை வருஷம்னாலும் எதுவும் கேடாகாது. இது வந்து மணக்கும். இந்த குங்குமம் இங்கே மட்டும்தான் ஃபேமஸ். அதில் ஃபேமஸ் இது தாளம்பூ குங்குமம்னு. இதோட அம்மனுக்கு நைட்டு வந்து ஒரு பள்ளியறை பூஜைன்னு உண்டு. அதுக்கு வந்து இதுதான் யூஸ் பண்ணுவோம்.
அதான் இது ரொம்ப ஃபேமஸ் மதுரையிலேயே. குங்குமம் 20 ரூபா. 20 രൂപ. இந்த 3 கலர் கொடுக்க ചേച്ചി. ഇതൊന്ന് വാങ്ങിച്ചാലോ? അതുപോലെ ഇവിടെ வந்து ഈ സാരീസ് എന്താ ഉണ്ടല്ലോ காட்டன் saree. ഈ സാരി കാട്ടൺ സാരി ഇവിടെ സുംഗടി ഇവിടെ സുംഗടി സുങ്കിടി കോട്ടനാ. ഇവിടെ தான் இதெல்லாம் ഇത് manufacturing. ഞാൻ വാങ്ങണം വിചാരിച്ച സുങ്കിടി. இதெல்லாம் இதான் ഇവിടെ தான் manufacturing. വിചാരിച്ചാ മേടിക്കും. സുംഗടി காட்டன். இது சுங்கடி സുങ്കിടി ഒറിജിനൽ സുങ്കിടിയൊക്കെ ഇവിടെ தான் manufacturing. வேற எங்கேயும் மதுரை தான். மதுரை தான் ஃபேமஸ். மதுரை தான் manufacturing. சுங்கடி. ഇത് ഞാൻ വാങ്ങണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. ഇത് എത്ര എവളോ? இது வந்து ஒருத்தர் எடுத்து வச்சிருக்காங்க. അയ്യോ ഈ കളർ എനിക്ക് വേണം. இதே கலர் வேணுமா? ഇത് ഇങ്ങനെ ചെക്ക് இது செக் வேணுமா? அது நம்ம கடை உண்டு അവിടെ. ഇവിടെ കിട്ടുമോ? பக்கத்துல. ഇതെന്ത് പറ്റി? ഇതെന്ത് പറ്റി? അതൊരാള് ബുക്ക് ചെയ്തത്. ഓ ഇത് പച്ച 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 വേണം. പച്ച മതി. മീനാച്ചി കുങ്കുമം മെറൂൺ. മീനാക്ഷി കുങ്കുമം വേണ്ട. ഇത് വേണ്ട. ഇതിലുണ്ട് ഓക്കേ വേറെ. ശരി ഓക്കേ. എടുത്തോ, കുങ്കുമം എടുത്തോ. കാരണം എപ്പോഴെങ്കിലും അല്ല കുങ്കുമത്തിന്റെ കളർ എടുത്തോ. എപ്പോഴെങ്കിലും വേറെ ആവശ്യം വരുമ്പോ കളക്ഷൻ ആയിട്ട് റെഡ് ഇഷ്ടം പോലെ റെഡ് ഉണ്ട്. കുങ്കുമ കളറല്ലേ. അല്ല ചേച്ചി இந்த கலர் வந்து கிடைக்காது, டக்குன்னு எடுத்துருவாங்க யாருமே. கிரீன் மெரூன் வந்து கிடைக்கிறது ரேர். ஏன்னா மதுரை ஃபேமஸே இந்த 2 கலர் தான் அம்மனுக்கு. இது மரகத பச்சை மீனாட்சி, ഈ പച്ച இது குங்குமம் மீனாட்சி குங்கும கலர். இந்த கலர் வந்து டக்குன்னு எடுத்துருவாங்க யாருமே. கிடைக்காது. மற்ற லைட் சைடெல்லாம் கிடைக்கும் உங்களுக்கு, இது கிடைக்க வாய்ப்பு கம்மி. அதனால சொல்கிறேன். இப்போ தான் ஃப்ரெஷ் பீஸ் எடுத்தனால உங்களுக்கு இந்த கலர் கிடைக்கிது, இல்லைன்னா எடுத்துருவாங்க டக்குன்னு. ഹായ് എന്താ ഭംഗിയില്ലേ. அப்பெல்லாம் இப்படி செட் பண்ணுங்க. இந்த ஒரு நிமிஷம் இல்லை போடுங்க, அப்படியே கையில் போடுங்க. ഈ സാരി ഇപ്പൊ കിട്ടോ? இந்த இருக்கு, நம்ம கடை இருக்கு. இதுதான் അല്ല അങ്ങ് ഇതിങ്ങനെ ഇടാൻ പോ. ഇത് ഒരു പെട്ടിയും കൂടെ. சரி. അപ്പൊ നമ്മൾ കുറേ കുപ്പി വള വാങ്ങിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഇടാൻ പോവാ. അങ്ങനെയുണ്ട്. പിന്നെ നമ്മളൊരു 10 പാക്കറ്റ്. ഇത് പറയാതിരിക്കാൻ വേണ്ടി നല്ല മണം. എന്തൊരു മണം അറിയോ? മഞ്ഞളുടെ ഒരു മണം. കുങ്കുമം നല്ല അടിപൊളി. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 എണ്ണം വാങ്ങിച്ചു. கையில் எடுத்து காமிச்சிருங்க. ഇതിൽ ചെറുതുണ്ട്, നല്ല മണം. ഇനി ഇത് സുങ്കിടി സാരി. അത് நம்ம கடை அட்ரஸ் இருக்கு, யார் வேணா வந்து സുങ്കിടി സാരി ഞാൻ കുറേ ആയി ഇൻസ്റ്റയിൽ നോക്കി വെച്ചതാണ്. മധുരയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വാങ്ങിക്കാൻ പോകാം. കാരണം ഇനി പോയി ഇൻസ്റ്റയിൽ നോക്കുക. ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് സുങ്കിടി ഉണ്ട്. ആക്ച്വലി വെറും ചെക്ക് മാത്രമല്ല സുങ്കിടി കോട്ടൺ എന്ന് പറഞ്ഞാൽ. ഞാൻ ചെക്ക് സുങ്കിടിയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അത് തന്നെ നോക്കി വാങ്ങിക്കുകയാണ്. പോയി നോക്കാം. അപ്പുറത്തെ കടൻ്റെ ഇവിടെ ഇല്ല, അത് ഓൾറെഡി സെയിലായി എന്ന് പറഞ്ഞു. സാരി മേടിക്കാൻ പോവാ. ഇത് അപ്പൊ ഞാൻ സുങ്കിടി സാരി. അയ്യോ ഇതെന്തൊരു ഭംഗിയാണ്, നല്ല രസം. ചെരുപ്പ് അഴിച്ചിടണം. இது நம்ம கடை தான். വന്ന് നോക്കൂ. അയ്യോ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കോട്ടൺ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഏത് കളർ വാങ്ങണം എന്നൊരു വിഷയം. உட்காருங்க, காட்டுறேன். கலர் நிறையா இருக்கு. அவசரம் பார்த்தோம். பேருங்க அந்த மாதிரி எல்லாரும் சுங்குடிங்க பேருங்க. இது மாதிரி சுங்குடி ഇത് ഫുള്ളാ ഇപ്പൊ 10% பேட்டு. இதில் வந்து 8 கலர் இருக்குது. കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച സാരിയെ പ്രതീക്ഷിക്കാതെ കണ്ടോണ്ടാ തോന്നുന്നു. ഞാൻ ആകെ നാഗവല്ലി അവിടെ കിടന്ന് ഇതാക്കണം കേട്ടോ. രണ്ടമ്മമാരും ആണെങ്കിൽ പോവാന്ന് പറയേണ്ട. കാരണം നമുക്ക് പഴനിയിലെത്താൻ ഓൾറെഡി ലേറ്റായി. അവർക്ക് സാരി വേണമെന്ന് ഒരുപാട് നിർബന്ധിച്ച് വേണ്ട പറഞ്ഞു. 2 അച്ഛന്മാരുള്ളതുകൊണ്ട് അവർ തമ്മിൽ വർത്താനം പറഞ്ഞിരിക്കുന്നു. മിത്തുക്കുട്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ ഷോപ്പിംഗ് എന്നുള്ളത്. അതുകൊണ്ട് അവൾ ഓൾറെഡി ഫുള്ള് ദേഷ്യം വന്നിട്ട് ഇരിക്കണം കേട്ടോ. കാരണം ആൾക്ക് ഷോപ്പിംഗ് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടി. எல்லாமே ஒரே துணி தான். അത് കുറച്ചുകൂടി നല്ല രണ്ടും തുണി തൊടുമ്പോൾ 2 പോലെ തോന്നണം. എന്തൊക്കെ എനിക്ക് തോന്നണത് கஞ்சி இருக்கிறனால ஸ்டார்ச் போட்டுக்கிறதுனால கொஞ்சம் டிஃபரன்ஸ் இருக்கு. ഒന്നെ ഫുൾ ബ്ലാക്ക് രസമുണ്ട്. ഒരു ദേവി ആയിട്ട് ഇവിടെ ഇറങ്ങാം. എല്ലാ സാരികളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത്യാവശ്യം റേറ്റ് കുറവിൽ തന്നെയാണ് അവർ തന്നത്. ഒരുപാട് വില കുറവായിട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ഇൻസ്റ്റനെ പേജിനേക്കാളൊക്കെ വില കുറവായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ 2 സുങ്കിടി സാരികൾ എടുത്തു. ഒന്ന് ഈ കളറ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാട്ടത്. നല്ല ഭംഗിയുള്ള കളറ്.
പിന്നെ എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ റെഡ് ആൻഡ് ബ്ലാക്ക്. നല്ല ഭംഗിയുണ്ട്. ഇതും സുങ്കിടി തന്നെ. எல்லாமே சுங்குடி தான்ப்பா, எல்லாமே முதல்ல சுங்குடி தான். അങ്ങനെ നമ്മൾ സുങ്കിടി സാരി 2 എണ്ണം വാങ്ങിച്ചു. ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ച സംഭവമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിൻ്റെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള മധുരയിൽ തന്നെ വന്ന് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അപ്പം മധുരയിൽ ഏറ്റവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം മധുര മീനാക്ഷി അമ്മേനക്കാണ്. അടുത്തത് മധുരൈ സുങ്കിടി കോട്ടൺ സാരികൾ, നല്ല പ്യോർ കോട്ടൺ സാരികളുണ്ട്. പിന്നെ മധുരൈ ഫേമസ് ജിഗർദണ്ഡ, അത് എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ എന്താ കുങ്കുമം അല്ലേ, പിന്നെ ഇതാ വളകൾ, കുപ്പിവള. യെസ്, സോ മധുരൈ ഷോപ്പിംഗ് അടിപൊളി. ഇതാണ് ജിഗർദണ്ഡ. അതും കുറേ വെറൈറ്റീസൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ മധുരയോട് വിട പറയുകയാണ്. പഴനി വെച്ച് പിടിക്കണമല്ലോ നമുക്ക് എങ്ങനെയെങ്കിലും, കാരണം നാളെ പഴനി ദർശനം ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടലൊക്കെ, അതുകൊണ്ട് ടെൻഷനിലെ പോകുന്ന വഴിക്ക് നമ്മൾ ഡിന്നറിന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം എത്രയുണ്ടാവും? 9 മണി, സമയം 9:15. 9:15. ഒരു മീഠാപ്പാനും കൂടെ കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ പോണത് പഴനിയിലേക്കാണ്. 9 മണിക്ക് പഴനി എത്തുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയായാലും 11 മണിയാവുണ്ടാവും പഴനി. ഓൺ ദ വേ ആണ് നമ്മൾ. ഓൺ ദ വേ, അതെ. അപ്പോഴാണ് നമ്മൾ ഇത് കണ്ട ഭക്ഷണം കഴിക്കാൻ നിർത്തി. മധുരയിൽ കുറച്ച് ടൈം എടുത്തു ദർശനം കിട്ടാൻ, കുറച്ച് സമയം എടുത്തു. പിന്നെ ഷോപ്പിങ്ങും എല്ലാം കൂടെ ആയിട്ട് കുറച്ച് അധികം സമയം എടുത്തു. അപ്പോൾ എന്തായാലും ഇനി ബാക്കി നാളെ ഹര ഹരോ ഹര വേൽമുരുക. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ കേട്ടോ. ഇവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം തന്നെയുള്ളൂ പഴനി അമ്പലത്തിലേക്ക്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും, നമ്മൾ അച്ഛനമ്മമാരായിട്ട് വരുമ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള സംഭവങ്ങളും കൂടെ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഹോട്ടലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രി എത്തിയപ്പോഴേക്കും നമ്മളൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 5 മണി സമയം നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴനിയിലാണ് കേട്ടോ. 6 മണിക്കാണ് നട തുറക്കുക. അതിന് മുന്നേ നമുക്ക് പഴനി മല അവിടെ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോവാണ് കേട്ടോ. സോ ഇന്നത്തെ ദിവസം അതാണ്. ഇനി പഴനിയും കൂടെ നമുക്ക് തൊഴാനുള്ളൂ ബാക്കി. അപ്പം അങ്ങോട്ട് പോവാണേ. അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ രാമേശ്വരത്തിൻ്റെ അത്ര അടുത്തല്ല നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം, പക്ഷെ എന്നാലും നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. கொஞ்சம் அம்பலத்தை வெறுதே போகக்கூடாதுமா. இதுன்னு வச்சு குறைச்சி வச்சுருக்கோம். இதான் குறைச்சி இது வச்சா மதி இப்படி வெறுதே போகக்கூடாதுமா. அம்பலத்துக்கு பெண்கள் சாதனம் இதான் சரியா? കുറച്ച് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ മുല്ലപ്പൂ. അതും ചെന്നൈയിൽ വന്നു കഴിഞ്ഞാലാണ് ഇത്രയും എന്താ പറയുക മണമുള്ളതും നിറയെ മുല്ലപ്പൂവുകളും കിട്ടുക. മുല്ലപ്പൂവും കനകാമ്പരും ഒക്കെ എനിക്കിഷ്ടമാണ്. ഇത് അരളിപ്പൂവാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഈ ചെന്നൈയിൽ അല്ലെങ്കിൽ സൗത്തിലൊക്കെ വരുമ്പോഴേ ഈ മുല്ലപ്പൂവ്, ഭക്ഷണം, ഈ വക സംഭവങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ട്രെയിൻ സർവീസ് ഉണ്ട്. അത് 40 ആളെയാണ് അറ്റ് എ ടൈം കൊണ്ടുപോകുള്ളൂ. അതുപോലെ കയറുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് വഴി പോകുമ്പോഴാണ് സ്റ്റെപ്സ് കയറാനൊക്കെ എളുപ്പം. നമുക്ക് സ്പെഷ്യൽ ദർശനമുണ്ട് 100 രൂപ. പക്ഷെ നമ്മൾ അതൊന്നും എടുത്തില്ല. അല്ലാതെ തന്നെ നമ്മൾ നേരത്തെ എത്തിയോണ്ട് എല്ലാതും ചെയ്യാൻ പറ്റി. മൊബൈലിന് ലോക്കർ ഫെസിലിറ്റി താഴെയാണ് ഉള്ളത്, മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതല്ലാതെ ഗോൾഫ് കാർട്ട് ടൈപ്പ് ഫ്രീ സർവീസും അവൈലബിൾ ആണ് കേട്ടോ. 60 രൂപ കൊടുത്ത അമ്പലത്തിൻ്റെ മേലിന് ഇതുപോലെ ഫോട്ടോ എടുത്ത് തരും, അത് നമുക്ക് വാങ്ങാം. അങ്ങനെ നമ്മൾക്ക് പഴനി ദർശനവും കിട്ടി. അവിടെയും മൊബൈലൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ പോയത്. അവിടെ ട്രെയിനും റോപ്പ് വേ ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കയറാൻ പറ്റുന്നവരാണെങ്കിൽ കയറുക തന്നെയാണ്. വളരെ എളുപ്പമല്ലേ, 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് കയറി. പക്ഷേ ഞങ്ങൾ അവിടെ എത്തി ഉടനെ അഭിഷേകത്തിന് കഴിഞ്ഞ് നട അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു 1/2 അവർ 1 അവർ പെട്ടു. അത് കഴിഞ്ഞ് തിരിച്ചത് നമ്മൾ ഇറങ്ങി. ഇപ്പോഴും സമയം 8:30 ആയിട്ടേ ഉള്ളൂ അല്ലേ? കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല 5 മണിക്ക് എണീറ്റ് ഞങ്ങൾ പോയി. അവിടെ 40 സീറ്റേ ഉള്ളൂ. അത് അവിടെ പോയി 1/2 അവർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ടൈം ഒരുപാട്, അത്രയും നടക്കാൻ വയ്യാത്തവർക്ക് ഓക്കെ, അല്ലെങ്കിൽ വേഗം ഈസി ആയിട്ട് നടന്നു കയറാം. നമ്മൾ 8:30 ആകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുറേ പ്രസാദവുമായി തിരിച്ചെത്തി. ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ വേഗം ഭക്ഷണം കഴിക്കുക, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുക, നേരെ വെച്ച് പിടിക്കുക വീട്ടിലേക്ക്. കാരണം നാളെ നമ്മൾ തിരിച്ച് മുംബൈയിലേക്ക് പോവുകയാണ്. സോ ഇന്നൊരു ഈവനിങ് ഒരു ഉച്ചയോടുകൂടി എത്തിയാലാണ് നമുക്ക് നാളെ ഉച്ചയാകുമ്പോഴേക്കും പിന്നെയും എയർപോർട്ടിലേക്ക് ഇറങ്ങണം. സോ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ
അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എപ്പോഴും പഴനിയിലേക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റും കേട്ടോ. അപ്പോൾ അച്ഛനമ്മക്ക് 2 മാസം മുന്നേ പോയുള്ളൂ. രാവിലെ 4 മണിക്കൊക്കെ പോയ ഒരു ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിലെത്താം. അത്ര അടുത്താണ് ശരിക്കും. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. നമ്മൾ നേരത്തെ നീച്ച് പോയതുകൊണ്ടില്ലേ പെട്ടെന്ന് 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ ദർശനം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ പൊങ്കല വാങ്ങി. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ പൊങ്കൽ. എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഞാൻ ദോശ ഇഡ്ഡലി ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതാണ് കഴിച്ചത്. ഇനി വേഗം കഴിച്ച് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതേ ഹോട്ടലിലെത്തി. നമ്മുടെ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് ഇരിക്കട്ടെ കേട്ടോ. ഇന്ന് നമ്മൾ 3:45 എണീറ്റു. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് നാട്ടിൽ വന്നിട്ട് ഒരു ദിവസം പോലും നമ്മൾ 5 മണിക്ക് ശേഷം കിടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ അറിയാം. നാട്ടിൽ വന്നല്ല വരുന്നത് ദിവസം മുതലേ നമ്മൾ ഉറക്കമൊഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിനി നേരെ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 9:30 ഇനി പെട്ടെന്നൊരു 10-15 മിനിറ്റിൻ്റെ ഒരു പരിപാടിയും കൂടിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 15 വർഷം മുന്നേ ആണ് ഇപ്പോൾ ഈ രാമേശ്വരം, മധുരൈ, പഴനി വന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് വന്നത്. മിത്തുക്കുട്ടി ഉണ്ടായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ മിത്ത് ഫസ്റ്റ് ടൈമാണ് രാമേശ്വരം, പഴനിയും മധുരയും കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ 3ാമത്തെ ട്രിപ്പാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ എല്ലാം ഇവിടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വേറെയും കുറേ വാങ്ങിയിട്ടുണ്ട് കാണിച്ചു തരാം. എന്ത് ട്രിപ്പ് എന്നാണ് ഇതിനെ പറയാ? ഒരു തീർത്ഥയാത്ര. എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ആക്ച്വലി. അപ്പോൾ ഒരു തീർത്ഥയാത്ര ഞാൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നാളെ മുംബൈയിലേക്ക് പോകും കേട്ടോ. ബൈ.